വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. സോ അപ്പൊ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നാളെ നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് എല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം ഇടുന്ന ഡ്രസ്സുകളാണ്. അപ്പൊ അത് കാരണം നമുക്ക് അതൊക്കെ ഒന്ന് കംഫർട്ടിൽ മുക്കിയിട്ട് അങ്ങനത്തെ കുറച്ച് പരിപാടികളും പിന്നെ എനിക്ക് കുറച്ച് ഓർണമെന്റ്സും മേടിക്കാനുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് പുറത്ത് പോകണം. പിന്നെന്താ, പിന്നെ അങ്ങനെ പ്രദേശമൊന്നുമില്ല, ചെറിയ അല്ലറ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, സോ നമ്മളുടെ തുണി വിരിച്ചിടൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് മനീഷിന് മുണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി റെഡി ആയിട്ട് അപ്പോൾ നമുക്ക് പുറത്ത് പോയി കുറച്ച് വളയും കമ്മലുണ്ട്. വള മാത്രം മതി ബേസിക്കലി. പിന്നെ ബ്ലൗസിലേക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാൻ സമയം കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല. എന്നാലും നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ആക്ച്വലി നമ്മളപ്പോൾ പോയിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ആ ഡ്രസ്സ് ഉണങ്ങിയതെല്ലാം എടുത്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെന്തായാലും കടയിൽ പോവാണ്, കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട്. അപ്പോൾ കടയ്ക്ക് പോവാം. ഓക്കെ, കമ്മലിടാൻ പറഞ്ഞു, കമ്മലിട്ടിട്ട് പോകാം. ഇത് മനീഷിൻ്റെ, ഇത് മിനിഷ് മോഹൻ, ഇത് എൻ്റെ, ഇതല്ല ഇത് അമ്മയുടെ, ഇത് ചേച്ചിക്ക് എടുത്ത് വെച്ചത്, ചേച്ചി ഇതുവരെ വന്നിട്ടില്ല. ഇതെൻ്റെ, എല്ലാവരുടെയും അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. മനീഷ് എന്നെ പിറകിലിരുത്തി, മനീഷ് എന്നെ പിറകിലിരുത്തി. ഇല്ല ഞാൻ വിഷമത്തില്ല. അങ്ങനെ നമ്മൾ 1, 2, 3, 4 ഒക്കെ പറഞ്ഞ് നമ്മൾ കൊട്ടിയത്തേക്ക് അങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് CNG അടിക്കാനുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പം നമ്മൾ അതിനു വേണ്ടി പെട്രോൾ പമ്പിൽ കയറി CNG ഒക്കെ അടിച്ച് നമ്മൾ സിംലയിലോട്ടായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അവിടെ ആകുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും കിട്ടുമല്ലോ. അപ്പം നേരെ അവിടെ തന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കിട്ടിയിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ സിംലയിലെത്തി. ആദ്യം തന്നെ ഞാൻ മെയിൻ ഷോപ്പിനകത്ത് കയറി ഒരു സ്ഥലത്ത് അവിടെ കുറച്ച് ഫാൻസി ഐറ്റംസ് പോലെ തോന്നി എനിക്ക്. അപ്പം ഞാൻ അവിടെ കയറി ചോദിക്കാമെന്ന് വെച്ചപ്പോൾ പൊട്ട് കിട്ടി, ബാക്കി ഐറ്റംസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അപ്പുറത്താണ് അവരുടെ ഫാൻസി സ്റ്റോർ എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഞാൻ അപ്പുറത്തേക്ക് വീണ്ടും അവിടെ കിടന്ന് നടന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രമാണെന്ന് അറിയില്ല, എനിക്ക് സിംലയിൽ പോയി എപ്പോഴും ഞാൻ വഴി തെറ്റിപ്പോകും എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് പോകണം, ഞാൻ വേറെ ഏതോ വഴി കൂടെയൊക്കെ പോയിട്ട് പിന്നെയാണ് അവിടെ എത്തുക. എപ്പോൾ പോയാലും എനിക്ക് സംഭവിക്കുന്ന ഒരു ഇതാ. പിന്നെ ഈ ഫാൻസി സ്റ്റോർ തൊട്ട് അപ്പുറത്തായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി. നമുക്ക് മെയിനായിട്ട് വേണ്ടത് പച്ച വളയായിരുന്നു, കാരണം ഞാൻ പച്ച ബ്ലൗസാണ് ഇടുന്നത്. അപ്പോൾ കുറേ പച്ചവള എനിക്ക് കാണിച്ചു. ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് പച്ചവള ഇല്ല, ഒന്നാമത് ഞാൻ കുപ്പിവളയാണ് ചോദിച്ചത്. പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് ഞാനും കുറേ നേരം അവിടെ തപ്പിയ, ചേച്ചിയും കുറേ നേരമൊക്കെ നോക്കി, പക്ഷെ കിട്ടിയില്ല. പക്ഷെ ഏകദേശം ഒരെണ്ണം വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നും എനിക്ക് മേടിക്കാനില്ലായിരുന്നു. എന്നാലും നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് ട്രഡീഷണൽ വെയർ ഒക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു സ്റ്റോണിൻ്റെ ഒക്കെ പൊട്ട് മേടിക്കാമെന്ന്. മേടിച്ചത് മാത്രമല്ല, ഞാൻ അത് ഉപയോഗിക്കാനൊന്നും പോകുന്നില്ലെന്ന് എനിക്ക് തന്നെ അറിയാമെങ്കിൽ ഞാനത് മേടിച്ചു. പിന്നെ നമ്മൾ നേരത്തെ അപ്പുറത്ത് നോക്കിയിരുന്ന ആ നോർമൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് പൊട്ടുണ്ട്, അത് അവിടെ നിന്ന് മേടിച്ചിരുന്നത്. അതിനുശേഷം പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ബില്ല് ചെയ്യാന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് അത് നോക്കുകയാണ്. പൊട്ടില്ലാതെ എനിക്ക് അങ്ങ് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പക്ഷെ എന്താ ചെയ്യുക, അങ്ങനെ ഞാൻ ചേച്ചിയും കൂടെ 1, 2 പറഞ്ഞ് പൊട്ടൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഫാൻസി സ്റ്റോറിൽ പോയാൽ അറിയാലോ, ഇങ്ങനെ കാണുന്നതെല്ലാം നമ്മൾ മേടിക്കും. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു. എൻ്റെ കൂടെ വന്ന ആൾക്ക് അപ്പോഴേക്കും ക്ഷമ നശിച്ചു എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടും എനിക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് മതിയായത് കൊണ്ട് മാത്രം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. ഓക്കെ, സോ നമ്മളപ്പോൾ ഇന്നത്തെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. എനിക്ക് കുറച്ച് ഞാൻ ഇതൊന്ന് പറയട്ടെ. ഓക്കെ, അപ്പൊ അവരെന്നെ കളിയാക്കുമായിരുന്നു. സോ ഇത് കഴിഞ്ഞ പിന്നെ നമുക്ക് ത്രെഡ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, നമ്മള് ഡ്രീംസ് മാളിനകത്തുള്ള അഷ്ടമുടി വെൽനസിനകത്താണ് പോകുന്നത് ത്രെഡ് ചെയ്യാനായിട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, ത്രെഡ് ചെയ്യാൻ പോവാം. അങ്ങനെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം എന്നെ തന്നെ നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് അറിയത്തില്ല, പുരികൊക്കെ ഒന്ന് ഒതുങ്ങിയത് മാതിരി തോന്നും. എനിക്ക് അധികം ത്രെഡ് ചെയ്യേണ്ടി വരാറില്ല, എന്നാലും വരുമ്പോൾ എനിക്ക് സന്തോഷം. നമ്മൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയുണ്ട് പറയടാ, എങ്ങനെയുണ്ട്? ഓക്കെ, താങ്ക് യു സോ മച്ച്. ആക്ച്വലി എനിക്ക് ഇവിടെ ഒരു തടിപ്പ് വരുന്നു, സാധാരണ ഇങ്ങനെ വരാറില്ല, എന്താണാവോ. കുറച്ചു നേരം ഇങ്ങനെ റെഡായിട്ടിരിക്കും, പക്ഷെ അത് കഴിയുമ്പോൾ മാറാറുണ്ട്. നോക്കാം, നമുക്ക് ലുലുവിൽ പോകണം, അവിടുന്ന് കുറച്ച് ഐറ്റംസ് മേടിക്കാൻ. നമുക്ക് സൂപ്പർ മാർക്കറ്റിലെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ എപ്പ വീഡിയോ എടുത്താലും അവര് പറയും അല്ലേ, ഞാൻ എപ്പ അതിനകത്ത് വീഡിയോ എടുത്താലും വീഡിയോ എടുക്കരുത്. ഞാൻ വേറെ എത്ര ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ കാണുന്നു ലുലുവിനകത്ത്, പിന്നെ മാത്രം അവര് സമ്മതിക്കില്ല. ഞാൻ പാവമായതുകൊണ്ടായാലും അവര് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല.
ഇതിനകത്ത്. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടികൾ കഴിഞ്ഞ് നമുക്ക് ഇനി വീട്ടിൽ പോവാം. വീട്ടില് ചേച്ചി വന്നിട്ടുണ്ടാവും അല്ലേ? നാളെ നമ്മൾ എവിടെയാ പോകുന്നേ? സർപ്രൈസ്. അത് തന്നെ. അപ്പൊ അതിന്റെ വ്ളോഗ് നാളെ കാണാം. അപ്പൊ ഇന്ന് നമുക്ക് ഇനി വീട്ടിൽ പോവാം. ഇത്രേ ഉള്ളൂ. നമ്മൾ ഇനി വീട്ടിൽ പോവാണ്. ചേച്ചി വീട്ടിൽ വന്നിട്ടുണ്ടാവും. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. മനീഷ് എക്സൈറ്റഡ് ആണോ? നാളെ നമ്മള് പോകുന്നതിനെ പറ്റി നമ്മൾ കുറെ നാളെ കഴിഞ്ഞിട്ടല്ലേ എല്ലാരും കൂടെ ഒരുമിച്ച് പോകുന്നേ. അപ്പൊ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കാണണ്ടേ. വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, ബൈ. എടാ, നമ്മളെ മാത്രം എന്താ എപ്പോഴും ഇത് സമ്മതിക്കാത്തവരെ വീഡിയോ എടുക്കാനായിട്ട് ലുലുവിനകത്ത്? നമ്മള് മാത്രമല്ല, ആൾക്കാരുടെ പ്രൈവസി ഉണ്ടല്ലോ, അതാണ് മെയിൻ റീസൺ. അതുകൊണ്ടാണ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് അവർ പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ അവരുടെ ജോലിയെ ബാധിക്കും. രണ്ടാമത്തെ ഈ പ്രൈവസി തന്നെയാണ് ഇമ്പോർട്ടന്റ് അവർക്ക്. അല്ല, അപ്പൊ വേറെ ക്രിയേറ്റേഴ്സിന്റെ വീഡിയോ ഒക്കെ കാണാമല്ലോ? അതോ അത് പെർമിഷൻ എടുത്ത് ചെയ്യുന്നതാണ്. മറ്റേന്ന് പറഞ്ഞാല് നമ്മളിപ്പം സിഗരറ്റ് അല്ല, സോറി, നമ്മളിപ്പം ഒരു ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഒരാളെടുത്ത് ക്യാമറ ആയിട്ട് വന്നാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ആവത്തില്ലേ? അതാണ് റീസൺ മെയിൻലി. പിന്നെ മറ്റേ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ചിലപ്പോൾ മേ ബി പറയുമായിരിക്കും, അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, അല്ലെ ഇന്ന സൈഡിലോട്ട് മാറി നിന്ന് എടുക്ക് എന്നൊക്കെ അവർ പറയുമായിരിക്കും. മേ ബി അതായിരിക്കാം. ഓക്കെ.